നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പതിവ് പോലെ വീണ്ടും ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, 2016 UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന LDF നേതാക്കളുടെ വാദത്തെയാണ് ഇത്തവണ സതീശേട്ടൻ വെല്ലുവിളിക്കുന്നത്. ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ്. അതായത് 2016. മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂൾ CPM ക്യാപ്സ്യൂളാണ്. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി KN ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പോ 3 മാസത്തെ കുടിശ്ശിക സതീശേട്ട സമ്മതിച്ചു. ബാക്കി 18 മാസത്തെ ചൊല്ലിയാണല്ലോ തർക്കം. നമുക്ക് കണക്കുകളും രേഖകളും ഒക്കെ ഒന്ന് നോക്കാം. 2015 ജൂൺ മാസത്തിൽ തോമസ് ഐസക് MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് വിവിധ പെൻഷനുകൾ 8 മാസക്കാലത്തോളം, അതായത് 2014 നവംബർ മുതൽ 2015 ജൂൺ വരെ കുടിശ്ശിക വന്നിരിക്കുന്നുവെന്ന് UDF ഗവൺമെന്റ് രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. സതീശേട്ടാ, ഈ രേഖയൊന്ന് നോക്കിക്കോണേ. KK ജയചന്ദ്രൻ MLA ചോദ്യത്തിന് മന്ത്രി MK മുനീർ രേഖാമൂലം നൽകിയ മറുപടിയിൽ ജില്ല തിരിച്ച് 1398 കോടി രൂപയുടെ പെൻഷൻ മുടങ്ങിയതായി മറുപടി നൽകിയിരിക്കുന്നു. അതിന്റെ സഭാരേഖകളുണ്ട്. തൃക്കരിപ്പൂർ MLA KK കുഞ്ഞിരാമന്റെ ചോദ്യത്തിന് ഓരോ ഇനത്തിലുമുള്ള പെൻഷൻ കുടിശ്ശികയും പ്രത്യേകം തരം തിരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകെ കുടിശ്ശിക 1398 കോടി. ഇനി LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം UDF കാലത്തെ പെൻഷൻ കുടിശ്ശികയും 2016 മെയ് ജൂൺ ഓഗസ്റ്റ് മാസത്തെ പെൻഷനും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അഡ്വാൻസും ഉൾപ്പെടെ പെൻഷൻ ഒരാൾക്ക് പരമാവധി 15,000 രൂപ നിരക്കിൽ വിതരണം ചെയ്തതിന്റെ ഗവൺമെന്റ് ഉത്തരവ്. അതായത് അന്ന് പെൻഷൻ ഒരാൾക്ക് 600 രൂപയാണേ. അല്ല സതീശേട്ടാ, ഈ രേഖകളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ സതീശേട്ടന്റെ കയ്യിൽ വല്ല രേഖയുണ്ടോ? 3 മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അയ്യേ,